ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ കറണ്ട് വേണമല്ലേ? ആരാലും ഇടയ്ക്ക് വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്യാം. ശരിയായി കിട്ടിയ രക്ഷപ്പെട്ടു. ഈ ചെറുക്ക് എന്നെ കൊണ്ടേ പോകുള്ളൂ. എന്താടാ? അതെ, ഒരു വശം കെട്ട പട്ടിയില്ലേ ഇവിടെ കിടന്ന് കറങ്ങണ്. കൊച്ചൊക്കെ ഉള്ളല്ലേടാ, കണ്ട ഓടിച്ചു പറഞ്ഞ പറഞ്ഞു കൊണ്ട് വിട്ടാ? കൊണ്ടുവിട്ടിട്ട് ഞാൻ അടുക്കള വന്നപ്പോഴാണ് അച്ഛൻ ഇവിടെ നിന്ന് പോയില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അച്ഛനെ തപ്പി ഇറങ്ങിയത്. ഫ്രണ്ടിൽ പോയിരുന്നു, അച്ഛനെ കണ്ടില്ല. അതാ ബാക്കി വന്നേ. നന്നായി. ചേച്ചി ഏതോ പട്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് ചേച്ചി കണ്ടായിരുന്നു? പട്ടീനൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ വേറൊരാൾ ഇവിടെ കിടന്ന് കറങ്ങുന്നു. അല്ല, അച്ഛൻ പറഞ്ഞ പട്ടീനെ ഇവിടെ കണ്ടു. എന്താണ് വടക്കേപ്പുറത്തൊരു ചർച്ച? അടുത്തത് അച്ഛൻ പോയില്ലേ? എന്താണ് ഈ പോയില്ലേ പോയില്ലേ പോയത്? ചുമ്മാ അല്ല ആ പാർക്കുട്ടി പറഞ്ഞത്. എന്ത് അവിടുത്തെ കിണ്ടർ കാട്ടിൽ പോയില്ലേ? കിണ്ടർ കാട്ടിൽ പോയി എല്ലാവരും ചോദിക്കുന്നു. കാട്ടുകാർക്ക് മടുത്ത് നമുക്ക് പോകാൻ തോന്നില്ലെന്ന്. അതുപോലെ എനിക്ക് പോകാൻ തോന്നില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യം ഞങ്ങൾ ഇനി അച്ഛനോടൊന്നും പറയാൻ വരുന്നില്ല. പിന്നെ അച്ഛൻ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വരുന്നത് അവിടെ വർക്കിൽ അവിടെ സൈറ്റിൽ ഭയങ്കര വർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കറക്റ്റാണ് കേട്ടാ. നമ്മളൊന്നും മിണ്ടാണ്ടിരുന്ന അവിടുത്തെ വിശേഷങ്ങളൊക്കെ വന്ന് പറയണ ആളാ. ഇപ്പൊ എന്തോന്ന്? അയ്യോ ചേട്ടാ, അതറിയാൻ പാടില്ല. അച്ഛന്റെ സൈറ്റ് എന്ന് പറയുന്നത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പോലെയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ സംഭവം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈറ്റ് നടക്കിടക്കാൻ പറയണത്. ഈ ലച്ചുവിന്റെ അലപ്പ് കേൾക്കുമ്പോഴല്ലോ എനിക്ക് തലവേദന എടുക്കുന്നു. ആ സൈറ്റിൽ ഇതുപോലെ വലിയ ശബ്ദം കേൾക്കുമ്പോഴും എനിക്ക് ലച്ചുവിനെ ആലോചിക്കും. ഞാൻ കണക്ക് നോക്കിട്ട് ഞാൻ പോവാം. കണക്ക് നോക്കിട്ടേ ഞാൻ പോവാം. അച്ഛൻ ഇവിടെ കിടന്ന് കറങ്ങുന്ന കാര്യം അമ്മേനെ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ അമ്മയുടെ കോള് വരും, അച്ഛൻ ഇവിടെ നിന്ന് ഓടും. എന്താണ് പട്ടി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പട്ടി കറങ്ങുന്നുണ്ടോ? ആ അപ്പുറത്തുനിന്നല്ലേ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഹലോ, ആരെ? മിക്സി മിക്സി എന്ന ആള് തന്നെ കൊണ്ടുവരാനാ? അത് ശരിയാക്കണ്ടേ? ഭയങ്കര പ്രശ്നമാണത്. ഞാൻ നോക്കി. കൊണ്ടുവരാൻ പറഞ്ഞ നിങ്ങൾ എനിക്ക് മിക്സി കാണാനാണ് കൊണ്ട് തന്നത്. ശരിയായിട്ട് കൊണ്ടുവരും. നിങ്ങൾ മുമ്പ് തന്നിട്ടുണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ. എല്ലാം നന്നായി തന്നിട്ടുണ്ടല്ലോ. ഇതെന്ത് വിശ്വാസമില്ലാതെ എന്ത്? ആങ്ങളെ നോക്കി. ശരി. ഇവരൊക്കെ സാധനങ്ങൾ നന്നാക്കാനേ തരണത്, കാണാനാ തരണത്. ടച്ച് പോയാ ഇങ്ങനെ ഇരിക്കും. എന്തോന്നത് കേട്ടെടുക്കണ്ടായിരുന്നു. ശരിയാക്കി പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ മനസ്സിലായ അച്ഛാ, പറ്റാത്ത പണി ചെയ്യരുതെന്ന്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ ഇന്ന് സൈറ്റിൽ പോകാണ്ടിരുന്നത്? എന്ത് കള്ളത്തിനും പറഞ്ഞു രാവിലെ എഞ്ചിനീയറിനോട്? അച്ഛൻ രാവിലെ എണീറ്റ് റെഡിയായി എങ്ങോട്ടൊന്നില്ലാതെ ഓടിയപ്പോഴേ മനസ്സിലായി ഇതേപോലെ എന്തെങ്കിലും ഉടായ്പ പരിപാടി കണ്ടുപിടിക്കാനായിരിക്കും. ഈ പണി ചെയ്ത് മടുത്തില്ല അച്ചാച്ചന്? ഒരു പഴയ കസ്റ്റമർ. പഴയ കസ്റ്റമറാ? അത് ഏത് വിവരദോഷാണത്? അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഈ സാധനം നന്നാക്കി കാണണ്ടേ? അച്ഛനിപ്പോ കൈകൊണ്ട് സ്ക്രൂ ഡ്രൈവ് തൊടാത്തോണ്ട് നല്ല പൈസ വരുന്നുണ്ട്. അച്ഛൻ എന്നാ സ്ക്രൂ ഡ്രൈവിൽ കൈ വെക്കുന്നോ 5ന്റെ പൈസ പിന്നെ വീട്ടിൽ കാണത്തില്ല. എന്നാലും പഠിച്ച തൊഴില് ഏത് പഠിച്ച തൊഴിൽ? ആര് പഠിച്ച തൊഴിലെന്ന്? അച്ഛാ, ഈ ഒറ്റ പണി കാരണമാണ് കേട്ടാ നമുക്ക് നമ്മുടെ കുടുംബം പച്ച പിടിക്കാതായി പോയത്. അച്ഛൻ ഇതിന്റെ പുറകെ നടന്നുണ്ടാ. നീയൊക്കെ ഒരു തൊഴിലിനെയാണ് ആക്ഷേപിക്കണത്. ഒരു തൊഴിലിനെ ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. ഇലക്ട്രോണിക്സ് പണി അടിപൊളി പണി തന്നെ. പക്ഷെ അത് അറിയാവുന്നവർക്ക്. പക്ഷെ അച്ഛനെ ചേരില്ല. അച്ഛന് പറ്റാത്ത പണി എന്തിനാ ഈ പണിക്ക് വെക്കണത്? അങ്ങനെ നീയൊക്കെ എന്നെ ഇടിച്ച് താഴ്ത്തരുത് കേട്ടാ. ഞാൻ കുറെ സാധനങ്ങൾ നന്നായി കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ സാധനം അച്ഛൻ നശിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ നഷ്ടപരിഹാരമായിട്ട് പൈസയെ അമ്മ എണ്ണി കൊടുത്തോണ്ടിരുന്നേ. എന്നാലും അച്ഛൻ ഈ സാധനത്തിന്റെ പേരും പറഞ്ഞോണ്ട് ഇന്ന് ലീവ് എടുത്ത് ഭയങ്കര മോശമായി പോയി കേട്ടാ. പച്ച പിടിക്കൂല അച്ഛാ കുടുംബം ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാ. കേശുവേ, ആ സ്ക്രൂ ഡ്രൈവർ എടുത്തോടാ. അമ്മ പൈസ കൊണ്ടുവരും. ആണോ? സ്ക്രൂ ഡ്രൈവർ
സ്ക്രൂ ഡ്രൈവർ താച്ച എന്തിനാ കളിക്കണോ നീയൊക്കെ? ചാച്ചാ ആ, ചാ, 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 ചാ. ഡേയ്, ഡേയ്, എടുക്ക് എടുക്ക് ആ ആ വിട അടിക്കുന്ന വിട വിട്ടോ ഇത് എന്റെ കസ്റ്റഡിയിലിരിക്കട്ടെ ആ അച്ഛനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്ത് ഇത്രയും പരിപാടി ഉണ്ടായിട്ടേ അച്ഛൻ എന്തിനാണ് ഈ ഇലക്ട്രോണിക്സ് പണിയുടെ പുറകെ പോണത്? ഇതാകുമ്പോഴേ പൊളിച്ചടുക്കിയിട്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരുന്നാ മതി. അനങ്ങണ്ട. പൊളിച്ചടുക്കിട്ട് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരുന്നാൽ മതി. ആരും കണ്ട അല്ലേ? അപ്പൊ ഈ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴേ എങ്ങനെ പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്യും? അത് സാധനം കൊണ്ടുവരേണ്ട വിധി. ആ കൊള്ളാം. അപ്പൊ അബദ്ധത്തിൽ സക്സസ് ആയി കഴിഞ്ഞാൽ അച്ഛന്റെ നേട്ടം. കേശുവേ, ഈ ആക്രി സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ എടുത്തോ. ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം. ആർക്കും കൊണ്ടേ കൊടുക്കണ്ട, ആദ്യം അമ്മേനെ വിളിച്ച് പറയട്ടെ അച്ഛന്റെ ഈ കാര്യം, എന്നിട്ടേ ഉള്ളു വേറെ എന്തും. ഞാൻ കൊണ്ടുകൊടുക്കാന്ന് അറിയില്ലേ? ഇങ്ങോട്ട് ഞാൻ കൊണ്ടുകൊടുക്കാന്ന്. അമ്മയടുത്ത് പറയല്ലേ? അമ്മയടുത്ത് പറയും. അച്ഛാ വാ വാ, ഒറ്റാണെ മിണ്ടാൻ പറ്റില്ല. പൊയ്ക്കോ. അച്ഛാ, എന്ത്? അച്ഛൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല അച്ഛാ. അച്ഛൻ ഈ ഇലക്ട്രോണിക്സ് പണിയായിട്ടുള്ള ബന്ധമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് അച്ഛൻ ഈ ജോലി ചേരൂല. ചേരില്ല എന്നല്ല, അച്ഛനെ കൊണ്ട് പറ്റില്ല. അച്ഛൻ്റെ കാര്യം ചെയ്യും, ഇതൊക്കെ അങ്ങ് കൊണ്ട് തിരിച്ചു കൊടുക്കും. അതെ, ഇതൊക്കെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ആച്ചാ പണിക്ക് സൈറ്റിനില്ലേ അല്ലേ? ചിരിയച്ചാ ചിരിക്കിച്ചാ ചിരിക്കച്ചാ. കൊണ്ടേ കൊടുത്തിട്ട് വരുമോ? വരുമോ? ആ സങ്കടപ്പെട്ട് പോവാനാണെങ്കിൽ അച്ഛൻ പോകണ്ട, സന്തോഷത്തോടെ പോണെങ്കിൽ അതെ, പോയാൽ പോന്നെ പോയത്. പോയിട്ട് വരട്ടെ. ഐ. പോയിട്ട് നേരത്തെ വരുമോ? അച്ഛാ ശരിക്കതല്ല, ഈ തന്ന ആളെ അയാളെ സാധനം ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഈ മിക്സിങ് നന്നാക്കുന്നത്? ഇപ്പോഴും പിടിയിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പൊളിച്ചടിക്കിയിട്ടുണ്ട്. പോയിട്ട് നേരത്തെ വരണേ.